ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പുതിന കൃഷി ചെയ്യുന്ന ഒരു കാര്യം കാണിച്ചിരുന്നു. അപ്പം ഞാൻ ഇതിനു മുന്നോ എനിക്ക് തോന്നുന്നു ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോഴും പുതിന ചെയ്യുന്നതും നന്നായിട്ട് പിടിപ്പിച്ചെടുക്കുന്നതും ഞാൻ കാണിച്ചായിരുന്നു. അപ്പം എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ അധികം തൈകളില്ല, പക്ഷേ എനിക്ക് കുറേ ഗ്രോ ബാഗിൽ എനിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ അത് പെട്ടെന്ന് വളരാനായിട്ട് ഇങ്ങനെയുള്ള തൈകളാണെങ്കിൽ പോലും ഒരു 1.5 ആഴ്ച കൊണ്ട് ഒരു ഗ്രോ ബാഗ് നിറച്ചും നല്ല രീതിക്ക് പുതിന ഉണ്ടാകുന്നത് ഞാൻ ഇതിനു മുന്നും ഒരു ലോങ് വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെയുള്ള ഒരു ഈർക്കിലി എടുക്കുക, ഇത്ര ഉള്ളൂ, ഇത്രയും പുതിനയുടെ ഇതേ ഉള്ളൂ എങ്കിൽ പോലും ഇത് ഒരു ഗ്രോ ബാഗ് എടുക്കുക. ആ ഗ്രോ ബാഗിൽ ഇത് നമ്മൾ നേരത്തെ ഉള്ളി വെച്ചിരുന്ന ഒരു ഗ്രോ ബാഗാണ്, ഉള്ളി കൃഷി ചെയ്തിരുന്ന ഗ്രോ ബാഗ്. അതിനകത്ത് ഉള്ളിയൊക്കെ പറിച്ചു അതിൻ്റെ ബാലൻസൊക്കെ നിന്ന് കേട്ടോ ഈ കാണുന്നത്. ഇനിയൊന്നും അത് നന്നാവില്ല. അപ്പം ഇങ്ങനെ ഇതിനകത്ത് അടിയിൽ നല്ല രീതിക്ക് കരിയിലയാണ്, ഇതിൻ്റെ അടിയിലോട്ട് നല്ല രീതിക്ക് കരിയിലയാണ്. അപ്പോൾ ഉള്ളി നമുക്ക് 3 മാസം കൊണ്ട് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു. ഞാനിങ്ങനെ എടുത്തിട്ട് ഒന്ന് മണ്ണിളക്കിയിട്ട് ഇതിനകത്തോട്ട് ഇതിങ്ങനെ വെച്ച് എന്താ ഇതിപ്പോൾ ഇങ്ങനെ വെക്കുകയാണ്. വെച്ചതിന് ശേഷം ഇത് ഓരോന്നും ഓരോ ഭാഗത്തോട്ട്, അപ്പം ഈ ഭാഗത്തോട്ട് ഇങ്ങനെ ഈ ഈർക്കിലി നമ്മൾ കുത്തി ഇതിനങ്ങ് ഇറക്കി കൊടുക്കുക. അപ്പം ഈ ഭാഗത്തോട്ടായില്ലേ. ഇനി അടുത്തത് ഇങ്ങനെ ഓരോ ഭാഗത്തോട്ടും നമ്മൾ കുത്തി ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ വിത്തിൽ നിന്നൊക്കെ പുതിയ പുതിയ തൈകൾ ഇത് കണ്ടത് ഈ കിളുത്ത് വരുന്നൊക്കെ പുതിയ പുതിയ തണ്ടുകളാണ്. അപ്പം നമ്മൾ അതിനെ പല ഭാഗങ്ങളിലോട്ട് ഇതിങ്ങനെ ആക്കി നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 1.5 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ ഗ്രോ ബാഗ് നിറഞ്ഞ് നല്ല രീതിക്ക് നമുക്ക് ഒരു നല്ല വിളവെടുക്കാൻ പാങ്ങിന് നമുക്കായി കിട്ടും. അപ്പോൾ എനിക്ക് നമുക്ക് കുറച്ചേ ഉള്ളത് എന്ന് വിചാരിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഇതുപോലെ ഇത് തന്നെ വേണമെന്നില്ല, ഒരു കുഞ്ഞ് തണ്ടായാൽ ഇതുപോലത്തെ ഒരു തണ്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 1 ആഴ്ച കൊണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ വെക്കുമ്പം ഈ ഭാഗത്തൊക്കെ നിറച്ചും വേരുകൾ വന്ന് പെട്ടെന്ന് നമുക്ക് തൈകളാക്കിയെടുക്കാം.